നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. കലാക്ഷേത്ര അവാർഡ് ജേതാവ് നിലമ്പൂർ സലീം കുട്ടികൾക്കായി അണിയിച്ചൊരുക്കിയ സുക്കൂറും ഭൂതം എന്ന കൊച്ചു ചിത്രത്തിന്റെ അവതാരകരായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ പേര് അലീഷ. എന്റെ പേര് അക്ബർ ഷാ. നമുക്കാദ്യം ഈ ചിത്രത്തിന്റെ അണിയപ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടാം. ഈ ചിത്രത്തിന്റെ കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഓമണി നിലമ്പൂരും സാജൻ എണ്ണ പറയും. മേക്കപ്പ് മുജീബ് വയനാട്. ലൊക്കേഷൻ ഗതാഗതം അസ്ബദ് നിലമ്പൂർ. സഹസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുനീർ കല്ലിങ്കലും എസ് നിലമ്പൂരും. ഈ ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ശംസുദ്ദീൻ നിലമ്പൂർ. നിർമ്മാണം ബഷീർ തിരുവാരി. ഈ ചിത്രത്തിന്റെ രചനയും എഡിറ്റും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിലമ്പൂർ സലീം. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കാം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിന്റെ 100ാം എപ്പിസോഡ് അത്ഭുതം നിറഞ്ഞതും തീർത്തും വ്യത്യസ്തവുമായ ഒരു വിഷയമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേരില്ലാത്ത നാട്ടിലെ ഒരു അത്ഭുത വീട്. നമുക്ക് ആ നാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. പേരില്ലാത്ത ഈ നാട്ടിൽ നാനാജാതി മതസ്ഥരും ഒത്തൊരുമയോടെ വസിക്കുന്നു. ഈ നാട്ടിലാണ് നമ്മുടെ കഥയ്ക്കാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഈ കൊച്ചു സിറ്റി ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം നമുക്കൊന്ന് കടന്നു ചെല്ലാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മത്തം കുത്തിയ കുമ്പളം മുളക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട് മുളച്ചു വന്നാലോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? എങ്കിൽ അതും ഉണ്ടായി. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. നമ്മൾ ഏകദേശം മേൽപ്പറഞ്ഞ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് ധാരണ. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ അത്ഭുത വീടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മനസ്സിലായി, നമ്മളെ അന്തർമാനിക്കാന്റെ വീട്. വീട് എടോ രണ്ടും ഒന്നല്ലേ? അല്ല മോനെ, ഇജിന്റെ പേര് നല്ല ഗ്ലാമർ ഉണ്ടല്ലോ. ഇജ് എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരാണ്. ആ ശരി. ഞാൻ കാണിച്ചാ നിങ്ങൾ ഓന്റെ കൂടെ ചെല്ലി. ഞാൻ ഈ കട എടുത്തിട്ട് ഇപ്പൊ തന്നെ വരാം. വേഗം ചെല്ലി.
തക്കല പാട്ടുമാനെ കിട്ടിക്കപ്പോ മൂന്നുട്ടിയാള് ഫ്രീയായി കിട്ടി അല്ലോ ഫ്രീയായി കിട്ടി ഓളെ കിട്ടാനാണ് സന്തോഷത്തിൽ മതി മറന്ന് തുള്ളിച്ചാടുന്നേ അല്ല തുള്ളിച്ചാടുന്നേ. പടച്ചോന് കുറെ പഴയന്മാര് വരുന്നുണ്ടല്ല. വരവ് കണ്ടിട്ടൊരു ചുമാറ്റുള്ള ആളുണ്ട്. മനുഷ്യനെ പടച്ച റബ്ബ്, അയാള് എവിടെ പോയി കിടക്കാണ്? പടച്ച റബ്ബേ, എന്താണ് മനുഷ്യനെ നിങ്ങളിവിടെ കാണിക്കണത്? പുറത്താണെങ്കിൽ നാട്ടുകാരി നമ്മളെ പെരവളിഞ്ഞിക്കണേ. എനിക്കാണെങ്കിൽ പേഴ്സിട്ട് വെച്ചാ ഓര് നമ്മളെ തല്ലിക്കൊല്ലുന്ന ആരും ഉറപ്പാണ്. പടച്ച റബ്ബില്ലായാലും മനുഷ്യനെ എന്താണ് നിങ്ങൾ ഈ കാണിച്ചിക്കണത്? അപ്പോഴും ഞാൻ പറഞ്ഞേക്കണേ ആക്രാന്തത്തെക്കാര് തിന്നാതെ കണ്ടാന്ന്. ഇപ്പൊ മുട്ട തൊള്ളയെ കുടുങ്ങിയില്ലേ? ഇനിയിപ്പോ എന്താ റബ്ബേ കാട്ടണത്? ഇതേക്ക് ഇത് അതോയോ പടച്ചോനെ, ഇതോട്ട് കുത്തിയാണ് പിന്നെ ഇയാള് ചത്ത ഇനി സമാധാനം ഞാൻ പറയേണ്ടി വരും. അതാ അപ്പൊ എന്താ കാട്ടപ്പോ ഇതേക്ക് ഇത് പടച്ചോനെ, ഇതും വേണ്ട. ഇത് കുട്ടികളെ തന്ത പോപോലെ റബ്ബേ എന്താ ഇപ്പൊ കാട്ടണത്? ഇത്രയും വലിയ മുട്ടിക്കൊണ്ടിരിക്കുക നിങ്ങള്. ഇവിടെ എന്താ നിങ്ങള് പഠിച്ചമ്പരാടെ അങ്ങനെ ഞാൻ മുട്ടല്ലേ അല്ല മനുഷ്യരെ എന്താണ് കോഴിമുട്ട പാത്തമുട്ട വെള്ളം കൊണ്ടടി മുട്ടന്റെ കുടി അറുപത്തപ്പൂക്കലാണിത്. അതെ സംഭവം അറിഞ്ഞ ഞമ്മളെ പെരും തൊടോ കാലുകൾ വളഞ്ഞിക്കണ്. ഞമ്മളെ കൊല്ലുന്നതിന്റെ കാര്യം ഉറപ്പാണ്. ഇത് നിങ്ങളെ തീരുമാനമായിട്ടിരുന്നത് ഓല് ഞമ്മളെ കൊല്ലണത്. അങ്ങോട്ട് പോയി നോക്കി, അവിടെ കണ്ടമാൻ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എനിക്കറിയോ? നോക്കി നിൽക്കാതൊന്ന് പോയി നോക്കി. കച്ചുകാലം പറഞ്ഞിട്ട് തല്ലാണെങ്കിൽ ഇജ്ജ് തടുക്കൂല ആമിന. നിങ്ങളൊന്ന് ചെന്ന് നോക്കിയെന്നു ചോദിച്ചു നോക്കി ഓരോട് എന്താണ് മനുഷ്യനെ തൂറാ മുട്ടിട്ട് നിങ്ങളങ്ങോട്ട് ചെല്ലും. ഓല് കൊറേ ആൾക്കാരിട്ട് കൊന്നു പോയി തുറന്നൂടെ എന്ന് പറഞ്ഞു നോക്ക്. ചെലപ്പോ വിശ്വസിച്ചാലോ നോക്കി. ഞങ്ങളിവിടെ അല്ല, ഞാനൊരു കല്യാണത്തിന് പോയതാ. മറ്റന്നാളെ വരൂ. കല്യാണത്തിന് പോയതാ. നമുക്ക് പിന്നെ മണ്ട ആമിനാത്തിന്റെ ആമിനാത്തിന് ശബ്ദമല്ലേ? അത് ശരിയാണല്ലോ. പുള്ള ഞങ്ങളിവിടെ ഇല്ലാന്ന് എടാ പുള്ള, ഞങ്ങളെ പുറത്തിറക്കിയിട്ട് തല്ലിക്കൊല്ലാനുള്ള പരിപാടിയാണല്ല. ആ പരിപ്പ് വേവൂല പുള്ള. എന്റെ പൊന്നാരാമനാത്ത, നിങ്ങളെ തല്ലാനും കൊല്ലാനും അല്ല, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ടി വിക്കാർ വന്നിക്കണെന്ന്. നിങ്ങൾ എന്താ ഈ പറയണേ? നിങ്ങളെ പടം നാളെ ടി വിയിൽ വരുന്നേ. പഠിച്ചോനെ കേട്ട മനുഷ്യനെ, നമ്മളെ പെട്ടിയിലാക്കാൻ വന്നതാണ് അവര്. നാളെ നമ്മളെ ടി വിയിൽ കാണുന്നവര് പറയണത്. ഉറപ്പാ? പറ്റിച്ചൂലല്ലോ. നിങ്ങളാണ് അന്തർമാനൊക്കെയാണ് സത്യം സത്യം സത്യം. തമ്പുരാനെ ഞങ്ങൾ പറ്റിച്ചോ? ഓല് 3 വട്ടം പറഞ്ഞിക്കണ്, അതുകൊണ്ട് വിശ്വസിച്ചാണ്. 3 വട്ടം പറഞ്ഞ വിശ്വസിച്ച ഉറപ്പാ? എന്നാ തുറക്കല്ലേ? ഇജ്ജ് തുറന്നോ? എന്നാലും എന്തൊക്കെയാ മേനും കഞ്ചും വരക്കുണ്ട് എനിക്ക്. നിങ്ങളെ വാതിൽ തുറന്നാമിന അന്റെ ബാക്കിൽ ഞമ്മളുണ്ട്. നോക്കി ഞാൻ തുറക്കട്ടോ. ഏതാ റബ്ബേ വേണ്ടാൻ തുറക്കാനും കിട്ടില്ല. പടച്ചോനെ കത്തിയും കൈക്കോട്ടെ. എന്താ ബീരങ്ക? അവിടെ നിക്കാമിനത്തെ എങ്ങട്ടാ നിങ്ങൾ പോണത്? ഇത് ബീരങ്കി ഒന്നല്ല, ഇത് ക്യാമറയാണ്. ഇത് പിടിച്ചാലേ നാളെ ഞങ്ങൾ ടി വി കാണുള്ളൂ. അല്ല അങ്ങനെയാണ്. അപ്പൊ ആരമോനെ ക്യാമറമാനോന് ഇതാണ് ആളെ. പടച്ചോനെ മോനെ, അച്ഛന് സുഖാണ് മോനെ. അച്ഛനറിയോ?
പിന്നെ ബാലേന്ദ്ര മേനോന്റെ മോനല്ലേ? അച്ഛനൊക്കെ സുഗന്ധന്റെ മോനപ്പോ തന്നെ. അല്ലാ ഇങ്ങോട്ട് വരും ഒന്നും മനുഷ്യനെ. പറ്റിയിട്ടില്ല. ഇവിടെ നല്ല തല്ലിക്കൊല്ലാനും വല്ല shooting ആണ് കേട്ടാ. ഭാഗ്യം. ആ ആരൊക്കെ ഇപ്പത് ബന്ന കാലിൽ നിൽക്കാതെ അങ്ങോട്ട് കയറിയിരിക്കുന്നു. ആ ആക്ച്വലി എന്താണിക്ക ഇവിടെ സംഭവിച്ചത്? ആ അങ്ങനെ പറഞ്ഞാലൊന്നും ഞമ്മക്ക് മനസ്സിലാവൂല. പച്ച മലയാളത്തിൽ ഞമ്മളാണ് പറഞ്ഞുതരാ. അത് വേണമെങ്കിൽ പുടിച്ചാണെങ്കിൽ പുടിച്ചോളി. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടാ. ഞാൻ കുട്ടിക്കൂറ പൗഡറും കൺമിച്ചൊക്കെ ഇട്ടതാ. ഇപ്പൊ വരട്ടെ മക്കളെ. അതൊന്നും വേണ്ട ആമിന, അന്നെ കാണാനൊരു നല്ല ചന്ത. അതല്ലെങ്കിലും ശരിയാ, ആ നടപ്പും ആ ഇടുപ്പും മൊത്തത്തിൽ ആനച്ചന്തണ്ട്. ഈ വീട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടാന്ന് പറയുന്നു, സത്യമാണോ? അത് സത്യം തന്നെയാ. അത് നോടെയൊന്നുമല്ല. അതിലിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. സത്യമാണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് മോനെ അല്ല, അതൊക്കെ ഒരു വല്ലാത്തൊരു കഥ തന്നെയാണ്. ഒരു വൃത്തികെട്ട മോനുണ്ട് എനിക്ക് കേൾക്കണം. ഓൻ്റെ പേരാണ് ശുക്കൂർ. ഇതിനൊക്കെ കാരണം ഓനാണ്. ഓനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പടച്ചോന് കാരിരുമ്പിൻ്റെ ശക്തിയാണ് എൻ്റെ കുട്ടി. ഏകദേശം ഒരു മുള്ളാൻ്റെ അത്ര വരും. അത്രത്തോളം ഉണ്ടോ. വടിവാത്ത ശരീരം, കഞ്ചാവ് തെരച്ചു പോലെ എൻ്റെ കോലം. പാത്തുറന്നാലോ ഒരൊറ്റ അക്ഷരം നുണയില്ലാതെ പറയലോ. അത്രക്ക് നല്ല കുട്ടിയല്ലേ എൻ്റെ കുട്ടി. ആരായാലും പൊന്നാര മോനെ ആരോടും പറയല്ലേ, മുഖത്തൊന്നും കഴിക്കാൻ എടുക്കൂല. ഓടവട്ടി കൂടി കുശലാന്വേഷണത്തിനായി പൊന്നാര മോനെ അങ്ങോട്ട് കയറി വരും നാട്ടുകാരെല്ലാവരും. എന്നിട്ടോ നല്ല അഭിപ്രായം പറഞ്ഞാണ്ട് ചിരിച്ചോണ്ടോട് പോകും നാട്ടുകാർ. അത്രക്ക് നല്ല മോനല്ലേ പടച്ചോനെ. ഇവിടെ ആരുല്ലേ? എന്താ മക്കളെ? എവിടെങ്ങളെ കെട്ടിയോ ആന്ധ്രമാനിക്ക? എന്തത്തെ ഇവിടെ ഉണ്ടല്ലോ. മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയേക്കാരും. എന്താ അങ്ങോട്ട് ബേജാറാകാം? എന്താ ഉണ്ടായത്? നിങ്ങളെ മോനെ കുറച്ചു നേരത്തെ ഇന്നെ കല്ലത്. അബ്ദുല്ലാലമിനായ തമ്പുരാനെ, ഇമാര് കല്ലോണ്ടിട്ടാണ് കൊന്നും പറ്റിയില്ലേ? എടാ പഴയ കാരിരുമ്പിന്റെ ശക്തിയാണ്. ഞാൻ തമാശ കേൾക്കാൻ വന്നല്ല. ഇമ്മോട് ഇമ്മാരി കല്ലോണ്ട് വേറെ ആരും എഴുതി പറഞ്ഞോടി. ഇത് കണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് വരരുത്. രക്തം, മലം, മൂത്രം മുതൽ സ്കാനിങ് എക്സ്റേ വരെയൊക്കെ എടുത്ത് 1000 ഉറുപ്പിക ചെലവ്. അറിയോ? ഇതൊന്നും സാരല്ലടാ, അതൊക്കെ മാറുമ്പോ വെറുതെ തമാശ പറഞ്ഞിരിക്കാതെ ഇയാൾക്ക് ചെലവായ 1000 ഉറുപ്പിക എടുത്തു കൊടുക്കുന്നല്ലേ? എങ്ങനെ അല്ലൊരു 100 ഉറുപ്പിയൊക്കെ പോരെ? തമാശ കളിക്കല്ലേ, എല്ലാത്തിനും തല്ലിക്കൊന്ന് ഈ പെരക്ക് തീട് ഞങ്ങള്. അങ്ങനെ മര്യാദക്ക് പറയ്. ഇങ്ങോട്ട് മാറിക്കില്ല അവിടുന്ന്. ആ ഡൽഹിത്തെ പെൺകുട്ടിന്റെ അവസ്ഥയെക്കാരെ റബ്ബേ എനിക്ക് പരിപാടി. നിങ്ങളെ ചോദിച്ച പൈസ മൊയ്യുണ്ടോന്ന് എണ്ണി നോക്കിക്കോളി. എണ്ണമ്മ തെറ്റില്ലേട്ടാ. ഒക്കെ ഉണ്ടല്ലേ, തെറ്റിയിട്ടില്ലല്ലോ. ഇത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. നമുക്ക്
ആട്ടും കാട്ടും വിറ്റുണ്ടാക്കിയ പൈസയാണത്. കൊരുപ്പിടിച്ചു പോവും കൊരുപ്പാളെ. എത്രയും ബഹുമാനം ചോര ദൂരടാജി. പ്രിയ ഭർത്താവ് എല്ലാരും ഉണ്ടല്ലോ. എന്താ വിശേഷം? മകനെ മര്യാദക്ക് വളർത്തിക്കൊണ്ട് മേലാലിങ്ങനെ പരിപാടി ഒപ്പിച്ചാല് എല്ലാത്തിനും കയ്യും കാലും ഞങ്ങൾ തല്ലി ഓടിക്കും കേട്ടടാ. വാടാ. എന്താ ഇവിടെ ഉണ്ടായത്? ഞമ്മക്കൊരു മോണ്ടല്ലോ, അതിലും മേതം എന്തുണ്ടാകാനാണ്? നമ്മൾ സുക്കൂർ മോനോ? സുക്കൂർ മോന് ഭൂകമ്പം ഉണ്ടാകാൻ ഒരൊറ്റ. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായി ചേച്ചി പറ. എത്താണ്ട് അതാ വരും നിങ്ങളെ സുക്കൂർ മോൻ. നിങ്ങളെന്നാ പോയാണ് ചോദിച്ചത്. കോഴിക്കോടെത്തി എല്ലാവരും ഇറങ്ങി ഇറങ്ങി ഞാനും വരേണ്ടിട്ടാ. വരുമ്പോ മരത്തിന് പരിപാടി വാങ്ങിക്കൊണ്ട് വേണ്ടിട്ടാ. പോട്ടെ. ബെല്ലടിച്ചാൻ ആളില്ല, ഞാൻ തന്നെ ബെല്ലടിച്ച കിണ്ടിയും. പാപ്പ കയറി കണി കേട്ടോ. വാളെ വണ്ടി വന്നടി. മൂപ്പര് മൂടടക്കണ നോക്ക്. പഠിച്ചാലേ ഇതാരും കാണാനല്ലോ. എല്ലാ ഭാഗത്തും അടിക്കണ്ടല്ല. പഠിച്ചോനെ എല്ലാ സന്ധ്യകളും പൊട്ടി. അല്ലാ, ഓരോണ്ട് ഞാനെന്താ കാട്ടുക? ഈ ഓരോണ്ട് പൊട്ടക്കഞ്ചൊന്നും പോയോ മനസ്സിലെ നോക്കട്ടെ. എന്തായി? അല്ല അനക്കത്ര അടിട്ടി ഞാൻ എണ്ണിട്ടില്ല മനുഷ്യനെ. മുഴുവൻ ഞമ്മക്കല്ലേ കിട്ടിയത്. കാര്യം ഒരു മാറ്റമില്ല. എന്താ പേപ്പട്ടിയാടെ വെള്ളം. ഓന് കുറച്ച് വെള്ളം കൊടുത്തള. ഏത് പട്ടിക്ക് വെള്ളം കൊടുത്താലും പഠിച്ചോന്റെ അടുത്തുനിന്ന് കൂലി കിട്ടൂലേ? ഇവിടെ മനുഷ്യന് മീനും കച്ചും വേദനിച്ചിരിക്കുമ്പോഴാ അവന്റെ വെള്ളം. അല്ല നമുക്ക് ഉണ്ടായതാണോ തന്നാണ്ടല്ല. ആ ചൂടാക്കിയാണ് ചായ ഉണ്ടായിക്കോളി. അല്ല നമുക്ക് ഞാൻ പാല് കൂട്ടാൻ വെച്ച വെള്ള അങ്ങോട്ട് മോന്തിക്കോ. ആടിപ്പിച്ചതിന്റെ ബാക്കി നല്ലത് മതി. തർക്കുത്തരം വരാതെ കണ്ടോ കുറെ തുപ്പിക്കളി. ഞാൻ ഈ വെള്ളത്തിലൊക്കെ കേട്ടില്ലേ? നിങ്ങളെ മാന അനുഭവിച്ചോളി. കാരണക്കാരി മനോട് മുങ്ങാൻ പറയും. ആ മനുഷ്യനെ നിങ്ങൾ കുടിച്ചോളി. ഈ മദ്യത്തിന് എത്ര കൊടുത്തിട്ടും നന്നില്ല. എങ്ങോട്ടൊക്കെ പോണേ? അങ്ങോട്ട് കാട്ടിക്കാണി മനുഷ്യനെ. അല്ലാ, അല്ല മോനെ, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? എന്താ ഇപ്പൊ വേലേതന കാട്ടിയത്? അത് പാപ്പ, ഞാൻ ആ പാടത്ത് കൂടെ എങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ആ മൂടുള്ള പട്ടിയിലമ്മ, ആ മൂടുള്ള പട്ടിയെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചെടുത്തില്ലേ, മൂട് പൊള്ളിയ പട്ടി. ആ പട്ടി ഇങ്ങനെ വരുന്നു. അത് വന്നത് ഞാൻ കാലിലാണ്ട് എടുത്തപ്പം പട്ടി പാഞ്ഞു.
അപ്പഴ കൂടെ അങ്ങനെ വന്നു മതിലിൻ്റെ അപ്പുറത്ത് കൂടെ ഒന്നാമട്ടം കാത്തോക്കി പറ്റി വന്നില്ല. രണ്ടാമട്ടം കാത്തോക്കി അപ്പോഴും പറ്റി വന്നില്ല. മൂന്നാമട്ടം ഇങ്ങനെ കാത്തു നിന്നപ്പോ ഇങ്ങനെ വരുന്നുണ്ട് പട്ടി. ഒറ്റ ഏഴ വരുന്നുണ്ട്. കഥ തീർന്നു. എന്നാലും മോനെ എറിയണീനും ഒരു മയൊക്കെ മാണ്ടേ? അതൊരു പട്ടിയാണെങ്കിലും അതൊരു ജന്തുവല്ലേ? എറിയുമ്പോ അതിൻ്റെതായ ടെക്നിക്കൊക്കെ മാണ്ടേ? നായിന്റെ മോനെ മോനെ ഇങ്ങനത്തെ പഠിപ്പടാ കുട്ടികളെ പഠിപ്പിക്കണേ. ഒരബദ്ധം പറ്റി ശ്രമിക്കടാ. തന്റെ അബദ്ധം എന്റെ മുതുക് തല്ലി പൊളിച്ചാടോ തന്റെ അബദ്ധം? മേലാലിത്തരം പഠിത്തം കുട്ടികളെ പഠിപ്പിച്ച തന്റെ 16 അണിത്തരം ഞാൻ നടത്തും കേട്ടോടാ. ഓനൊക്കെ പോയി മനുഷ്യനെ. ഞാൻ വിചാരിച്ചോന്റെ വരുവേണ്ടപ്പോ എന്റെ പടച്ചറപ്പേ നിങ്ങളെ കണ്ണോക്കും കൂടിയും കഴിച്ചിട്ടേ പോവുള്ളൂ. അമ്മാരി കിട്ടലല്ലേ കിട്ടിയത് റബ്ബില്ലാമില്ലാമ തമ്പുരാന്. ഓന്റെ അടി ഭയങ്കര. നമ്മള് തടുക്കാത്തൊരു സ്ഥലല്ല പടച്ചോനെ. ആമിന ആമിന എന്താണ് മനസ്സിലെ നിങ്ങൾ വിളിച്ചു പോകണത്? ഞാൻ ആരപ്പോ ചാടിപ്പോയിട്ടൊന്നുമില്ല. പോകില്ലെന്നറിയാം. അങ്ങനെ പോകുകയാണെങ്കിൽ നമ്മള് വിമാനത്തിന്റെ കായ് അങ്ങോട്ട് തരൂലേന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നല്ല പോത്തിറച്ചി കിട്ടിയിന്ന്. നല്ല കൊത്തമ്പാലും മുളകും മഞ്ഞളും ഒക്കെ തേച്ചിട്ട് പരട്ടി വെച്ചിട്ട് ഇജ്ജും സുക്കൂറും കഴിച്ചിട്ട് ബാക്കി ഞമ്മക്കും കൂടി ആയിക്കോട്ടെ. ബാക്കിയില്ല ജി മരുന്ന് ഒഴിച്ചിട്ട്. എന്താണിത്? ഇത് നല്ലോണം കുഴച്ചാണ് വെച്ചടാ. എന്താണ് മനസ്സിലത്? പഠിച്ചോനെ മണക്കണ്ട വന്നേ. ഇതെന്താണ് മനസ്സിലത്? അതാണ് ബസം. ആ പൂച്ചന്റെ ശല്യം ഇതോടുകൂടി തീരണം. അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. എന്ത് കാര്യം? ഇവിടെ വേറെ കാര്യം കൂടി പറയാൻ. എന്താ മനസ്സിലായത്? അതാടി പറഞ്ഞത് അനക്ക് ബുദ്ധിയില്ല. എന്താണ് മനസ്സിലായത്? ഇതാണ് ഞാൻ പറഞ്ഞത് അനക്ക് ബുദ്ധിയില്ലാന്ന്. അതൊക്കെ ചെയ്തത് ആ പൂച്ചയാണെന്ന് എന്താ എനിക്കൊരു ഉറപ്പ്? ചിലപ്പോ എന്റെ ആ പൊട്ടിത്തെറിച്ച മോനാണെങ്കിലോ? അത് ശരി. സൂത്രത്തിലിന്റെ മോനെ ഞങ്ങള് വിഷം കൊടുത്ത് കൊല്ലാതെ പരിപാടി തന്നെ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെ വയറിളകാനുള്ള മരുന്നുണ്ടല്ലോ, ഞാൻ ആദ്യം അടുത്ത് കൊടുത്തോണ്ട്. അതാകുമ്പോ സുക്കൂറിനെ കൊണ്ട് ആസ്പത്രിയിൽ പോയാൽ മതിയല്ലോ. പൂച്ചാണ് ഇവിടെ കിടത്ത് ചത്തു ചെയ്തോളൂ. അതിനാരും കൊണ്ടുപോകും വേണ്ടല്ലോ. എങ്ങനെയുണ്ട് നമ്മളെ ബുദ്ധി മനസ്സിലേ? ഉസാറാണ് ഉസാറാണ്. എന്നാ ഞാൻ ഇപ്പൊ വരാം. എന്നാ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യ്. ആയിക്കോട്ടെ, വേഗം വരണേ.
എന്താ പറ്റിയത്? മാലാറ്റം കഴിക്കാൻ ടൂറാൻ പറ്റുക. സുക്കൂറേ, സുക്കൂറേ. സുക്കൂറേ, സുക്കൂറേ. സുക്കൂറേ, ഞാൻ ഇവിടെ ഉണ്ട് സുക്കൂറേ. ഈ വലിയ മരത്തിന്റെ ചോട്ടിലേ ഒരു കലത്തിന്റെ ഉള്ളിലാണ് ഞാൻ. മടിച്ചു നിൽക്കാതെ അടുത്തു വാ സുക്കൂറേ. ഈ കലത്തിനുള്ളിലാണ് ഞാൻ. പേടിക്കണ്ട സുക്കൂറേ, ആ പരുന്ത് എന്റെ കാവൽക്കാരനാ. എത്രയും പെട്ടെന്ന് എന്നെ തുറന്നു വിട്ടാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. മടിച്ചു നിൽക്കാതെ വേഗം തുറക്ക്. കൽപ്പിച്ചാലും ഞാൻ സുക്കൂറിന്റെ അടിമയാണ്. കൽപ്പിച്ചാലും പറയൂ, എന്താണ് ചെയ്യേണ്ടത് സുക്കൂർ? പറയൂ, ഓടല്ലേ സുക്കൂറെ, ഞാൻ പറയുന്നത് കേൾക്ക്.
പടച്ചോനെ ലുട്ടാപ്പിയാണെന്ന് തോന്നരുത്. സുക്കൂറേ, സുക്കൂർ, സുക്കൂറേ, ഓടല്ലേ സുക്കൂർ. ലുട്ടാപ്പിയാണ്. സുക്കൂറേ, ഓടല്ലേ. ലുട്ടാപ്പിയല്ലേ? സുക്കൂർ, ഓടല്ലേ. ഇത് ലുട്ടാപ്പിയാണ്. എനിക്ക് നീ തിന്നാനല്ലേ? സുക്കൂർ അവിടെ നിൽക്ക്, ഞാൻ നിന്റെ അടിമയാണ്. നിക്കൂല. സുക്കൂർ, ഞാൻ സുക്കൂറിന്റെ അടിമയാണ്. സുക്കൂർ, ഓടല്ലേ സുക്കൂറേ. എവിടെ പോയി? സുക്കൂറേ, 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 സുക്കൂറേ. വഴിയുണ്ട്. ഡാക്കിനി പൂക്കിനി ഡാക്ക് പൂക്ക് പൂക്കുമോ. സുക്കൂറേ പറ്റിക്കല്ലേ. നീ പോയില്ലേ? എന്നെ കൊണ്ടുപോ. ആര് പറഞ്ഞു ഞാൻ ലുട്ടാപ്പിയാണെന്ന്? ഞാൻ ലുട്ടാപ്പിയല്ല, ഞാൻ കുട്ടിഭൂതമാണ്. ഞാൻ ലുട്ടാപ്പിയല്ല, ഞാൻ നിന്റെ അടിമയാണ്. എണീക്ക്. നീ എന്നെ രക്ഷിച്ചില്ലേ? ഞാൻ നിന്റെ അടിമയാണ്. നീ എണീക്ക്. സുക്കൂറേ, ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ ലുട്ടാപ്പിയല്ല. നീ ലുട്ടാപ്പില്ലാതെ പിന്നെ ആരാ? പക്ഷെ കണ്ടിട്ട് ലുട്ടാപ്പിന്റെ മാരുണ്ടല്ലോ. ലുട്ടാപ്പിന്റെ ആരാ? അതിന്റെ ചെറിയച്ഛന്റെ മോനാ. അതൊക്കെ പോട്ടെ, നിന്റെ ആരാന്നാ പറഞ്ഞത്? ഞാൻ നിന്റെ അടിമയാണ് സുക്കൂറേ. ആ, ഈ അടിമാന്ന് വെച്ച ആരാ? അടിമ എന്ന് പറഞ്ഞാൽ സുക്കൂർക്ക് പറഞ്ഞത് എന്തും ഞാൻ കേൾക്കും. അങ്ങനെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ? ബിരിയാണി എന്നല്ല, എന്ത് പറഞ്ഞാലും സുക്കൂർക്ക് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. ഓ, അങ്ങനെ എനിക്ക് ജയനെ കാട്ടി തരുമോ? ജയനോ? അതാരാ? ഒരു ക്ലൂ കാണിച്ചു തരാം. ആയിക്കോട്ടെ. ആ, ഇപ്പൊ മനസ്സിലായി. കേട്ടിട്ടുണ്ട്, എന്റെ ചെറിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചെറിയച്ഛനതിന് സിനിമയൊക്കെ കാണാൻ പോക്കുണ്ടോ? അതല്ല, എന്റെ ചെറിയച്ഛൻ അലാവുദ്ദീന്റെ അടിമയാണ്. അലാവുദ്ദീനും ജയനും നല്ല ക്ലോസ് ഫ്രണ്ടാ. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. എന്നാ ഒന്ന് കാണിച്ചു തരുമോ? ഇതാ അങ്ങോട്ട് നോക്ക്. എവിടെ? നോക്ക്. ഇല്ലേ? അങ്ങോട്ട് നോക്ക്. അവിടെ ഒന്നുമില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. ഇല്ലാത്ത സ്ഥലത്ത് കാണിച്ചു. ഇവിടെ നോക്ക്. ഇപ്പൊ വിശ്വാസായി. നമുക്ക് പോവല്ലേ? വാ പോവാ. നിക്ക് നിക്ക്, നീ നടക്കാൻ പാടില്ല. ഈ കുന്തത്ത് പോണം. ഈ കുന്തത്ത് ആ, എങ്ങട്ട്? അതൊക്കെ ഉണ്ട്. സുക്കൂർ ഇതുമ്പോ കേറ്. ഇത് നമ്മുടെ കുടുംബ വണ്ടിയാ. ഓഹോ ഓഹോ. പഠിച്ചോനെ കാത്തോനെ. എന്റെ
ഇമ്മ പടച്ചറമ്പേ, എന്താ സുക്കൂറേത്? എന്താണിത്? എന്താണ് നമുക്ക് എനിക്ക് തൊള്ളിയിൽ നാക്കില്ലേ? അനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ വീണാന്ന് എനിക്കൊന്നും പറ്റില്ല സുക്കൂറെ. ആ ശരി, എന്നാ വാ പോവാ. എന്താ സുക്കൂറെ ജി ഒറ്റക്ക് വർത്താനം പറയണത്? അല്ലാണ്ട് വെളുത്ത് വല്ല ചെയ്ത്താനുണ്ടടാ നമുക്ക്. ഓ കുന്നത്തുമ്മങ്ങട് വരിക, ഒറ്റക്ക് വർത്താനം പറയാ. ഇതെന്താ മനുഷ്യനെ കളിയാക്കുക? ഇത് ഇന്നും ജയിക്കാനൊന്നല്ല, ഭൂത. ഭൂതോ? എന്ത് ഭൂതം? ആമ ലുട്ടാപ്പിനെ കണ്ടില്ല നിങ്ങള്? ലുട്ടാപ്പിനെ പരിചയമില്ല? നമ്മളെ ലുട്ടാപ്പിയെ. ഏത് ലുട്ടാപ്പിന്റെ കാര്യം പറയണേ? നമ്മളെ കാതറാക്കാന്റെ ലുട്ടാപ്പി. ബാലരവിലൊക്കെ കണ്ടില്ല നമ്മള് ലുട്ടാപ്പിനെ കൊമ്പൊക്കെ വെച്ചിട്ട്? മനസ്സിലായി മനസ്സിലായി, ആ ലുട്ടാപ്പിയാണല്ലേ? ആ ലുട്ടാപ്പിന്റെ അമ്മാവന്റെ മോന് അല്ലേ? എളാപ്പാന്റെ മോനായാലും പാടില്ല, മൂത്താപ്പാന്റെ മോനായാലും പാടില്ല. മര്യാദക്ക് ഇതിനെ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് വന്നോ? അന്നെ കൊണ്ടെന്നെ കുടുങ്ങിക്കാണ് ഇവിടെ. എന്നിട്ട് അതിന്റെ അടിയിൽ കൂടെ ചേരും പോയിക്കാണത് അടക്കായ. അങ്ങനെയൊന്നുമില്ലമ്മ, ഓ നമ്മളെ അടിമയാ. അടിമേ? എന്താ രാജാവോ? സുക്കൂറേ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. മര്യാദക്ക് അതിനെ കൊണ്ടേ കളഞ്ഞോ? ഓനെ കൊണ്ട് നമുക്കൊരു കാര്യണ്ട്, ഓനെ കൊണ്ടൊരു ഉപകാരമുണ്ട്. എന്നെ കൊണ്ട് ഉപകാരമില്ലടാ. എവിടെടാ എന്റെ ഒരു ഭൂതം? എന്നാ എനിക്കൊന്ന് കാണണല്ലോ. അത് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ലമ്മ, ഭൂതം വിചാരിക്കണം. ഇന്നാ എന്റെ ഭൂതത്തിനോടൊന്ന് വിചാരിച്ചാൻ പറയും. എന്നാ ചെന്ന് വിചാരിച്ചടാ. അന്നെന്റെ അമ്മക്കൊന്ന് കാണണമെന്ന് ഒന്നു വിചാരിക്ക്. ഇത് ഭൂതത്തല്ല, ഇത് കുട്ടിച്ചാത്തനാണ്. മര്യാദക്ക് ഇതിനെ കൊണ്ടേ കളഞ്ഞോ? അല്ലമ്മ, കുട്ടിച്ചാത്തനൊന്നല്ല, ഇത് നമ്മുടെ ഭൂതാണ്. അന്നെ കൊണ്ട് തന്നെ മനുഷ്യനാകെ കുടുങ്ങിക്കാണ്. ഇനിയിപ്പൊ ഭൂതം കൂടി കണക്കായി. ഇതിന്റെ കുട്ടി ഭൂത. പേരിലൊന്നല്ല, പേരടക്കട്ടെ. ഇവനെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഉണ്ട് മാ, ഉണ്ട്. നമ്മൾ ചോദിക്കണതെല്ലാം തരും. അല്ല മോനെ, ഇതൊക്കെ തരുവോ? സുക്കൂറ് ചോദിക്കണം. ശരി ശരി. ശരി, വാസിക്കാനാണല്ലേ? സുക്കൂറ് ചോദിച്ചാലേ തരുള്ളൂ. സുക്കൂറേ പറയടാ, ഞമ്മക്കൊരു 1 കോടി ഉറുപ്പിക വേണം. വേഗം പറയും. ഇല്ലല്ല, പൈസ തരില്ല, അത് ചോദിക്കരുത്. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഞാൻ നിർത്തി. ആയി ശരി. നിങ്ങൾ തെറ്റല്ലമ്മ, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചു നോക്കാം. നിങ്ങൾ ശരിക്കും നമ്മളിപ്പോ എന്തായി പഹനോട് ചോദിച്ചു? സുക്കൂറേ ഇവിടെ വാടാ, എവിടെ വാടാ. പിന്നെ നമ്മക്ക് വലിയൊരു ടെറസിന്റെ വീട് വേണമെന്ന് പറഞ്ഞാലോ? ഞങ്ങക്ക് വലിയൊരു ടെറസിന്റെ വീട് വേണം, ഉണ്ടാക്കി തരാൻ പറ്റുമോ? അത് ഞാൻ ശരിയാക്കി തരാം, നാളെ കാലത്ത്. നിങ്ങൾ നാളെ വരുമ്പോ നല്ലൊരു ടെറസിന്റെ വീട്. പടച്ചറപ്പേ, ഇന്ന് നേരം വെളുത്താ മതി. അല്ല, നാളെ ഖിയാമത്ത് നാളായ കഴിഞ്ഞ കഥ.
നമ്മളാരോ വല്ല പെരി കൊണ്ടു കൂട്ടിയിട്ട് കാണില്ല റബ്ബേ. അല്ലോ പഠിച്ചോനെ, നമ്മളാരോ വല്ല പെരി കൊണ്ടിട്ട് കാണല്ലോ. ആമിന 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 രാവിലെ തന്നെ നമ്മളഞ്ച് കുതിരയാക്ക. നമ്മളാരോ വല്ല പെരി കൊടന്നിട്ടിക്കണടാ. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാന്നല്ലാതെ പഠിച്ചോനെ ഇച്ചല്ലോ പറ്റിച്ചേ. ഇത്ര പെട്ടെന്ന് നമ്മുടെ വീട് ടെറിഷാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. മോനെ പറഞ്ഞ മാതിരി ആടെ വാപ്പ ഭൂതം. ആ ഭൂതം അല്ല മോനെ, ആ ഭൂതം എവിടെ? അതൊക്കെ കാണിച്ചു തരാം. അത് നമുക്ക് ഈ ഭൂതം എന്ന വീടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. വീട് ഇങ്ങനെ ആരും കൊണ്ടുതന്നെയല്ല വാപ്പ കേട്ടു. ഇത് നമ്മളെ വീടാ. നിങ്ങൾ എന്ത് പൊട്ടത്തനായി പറഞ്ഞത്? ഇത് ഭൂതം എന്ന വീടാ. നിങ്ങൾക്ക് ഭൂതം തന്നെ കാണണോ? ഞാൻ കണ്ണുകൂട്ട് കണ്ണുകൂട്ട്. തവളാച്ചി അയിലിമലിരിക്കണ ചൂളാപ്പി മറിയം വന്നു വിളക്കൂതി. ബാപ്പ കുട്ടിച്ചാത്തത് വിളിച്ചിന്റെ ഭൂതത്തെ ഇൻസൈഡ് ചെയ്ത് ഇത് ഭൂതമാണ്. ഒന്നും ഉണ്ടാക്കി നമുക്കൊന്നും ഉണ്ടാ. മനസ്സിലായോ? കണ്ട കുട്ടിച്ചാത്തിനെ പോലെ തോന്നിയെങ്കിലും നമ്മളെ ഭൂതാണിത്. നമുക്ക് ചോദിച്ചിട്ട് തന്നെ പോലെ. മാറിക്ക് മനസ്സിലായ. നമുക്ക് ഈ പേരൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഭൂതം തന്നെ വീടാ. വാ മോനെ വാ. നടക്കിങ്ങള് പടച്ചോനെ, ഇതെന്താണ് കൊള്ളക്കോട്ട? ഇമ്മ എന്തൊക്കെ മാനെ വല്ലാത്ത അവസ്ഥ. ഞാൻ എന്റെ കറുത്തപ്പുക്കരെ മനസ്സിലായി നോക്കിയങ്ങട്ട്. നമുക്ക് മേലക്കും കൂടി ഒരു റൂം വേണം. ബാപ്പാക്ക് ഷർട്ടും കൂടി വേണല്ലേ? മുത്തിന് എന്തിനാ ഷർട്ട്? ഇപ്പൊ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് വ്യക്തമായില്ലേ? അല്ല, അങ്ങനെയാണ് മാനെ ഞങ്ങൾക്ക് ഈ പേര കിട്ടിയത്. അറിയാം എനിക്ക്. ശരി മോനെ, അമ്മാന്റെ കുട്ടിന്റെ ഇടക്കത്തില് വരുന്നുണ്ട്. വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു പരിപാടിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. സുക്കൂർക്ക, നമുക്ക് കളിക്കാൻ പോവാം. വേണ്ട, ഞാൻ നിങ്ങളോട് എല്ലാരോടും വരാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇല്ലല്ലോ. ഇല്ല, എന്തിനാ സുക്കൂർക്ക? ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം. പറയുമ്പോ പേടിക്കരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. പേടിക്കൂലല്ലോ. ചിന്നുമോളുടെ അടുത്തുണ്ട്. കണ്ടോ? ധൃതി വെക്കല്ലേ, അതിന് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കോ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടി ഭൂതത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്നത്. നല്ല കൊമ്പും കുണ്ടൊക്കെ അല്ലേ? കണ്ട ലുട്ടാപ്പിനെ പോലുള്ളൊരു ഭൂതം.
എന്നാ കാണിച്ചു കൊണ്ടാ കാണിച്ചേട്ടെ കാണിച്ചേട്ടെ എഴുതി വെക്കല്ലേ പെൺകുട്ടി കൊച്ചിൻ്റെ ചാപ്പി അയൽ മേലിരിക്കുന്ന ചൂടാപ്പി അറിയാൻ ഇവിടെ കോതി ഇതാണ് ഭൂതം. ഭയപ്പെടേണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ അപ്പോഴും പറഞ്ഞില്ല നിങ്ങളോട് പേടിക്കരുത്. ഇത് കണ്ടോ, തൊട്ടി നോക്കി. ഹായ്, പേടിയില്ലല്ലോ. കൂട്ടുകാരാണ്. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എൻ്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ ശുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്തു രസിക്കാം. മാനത്തു പറക്കും മേഘത്തെ തഴുകാം. പുതുമഴയെത്തും നാടു കാണാം. മാനത്ത് പറക്കും മേഘത്തെ തഴുകാൻ പുതുമഴയെത്തും നാടു കാണാം. പിന്നെ നാടായ നാട് ചുറ്റി കാഴ്ച കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ ശുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്തു രസിക്കാം. കടലിനു മുകളിൽ കപ്പലു കാണാം. കരയിലേക്കിറങ്ങും തിരകളെ കാണാം. കടലിനു മുകളിൽ കപ്പലു കാണാം. കരയിലേക്കിറങ്ങും തിരകളെ കാണാം. അങ്ങനെ കാണാത്ത കാഴ്ചകൾ ഏറെ കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ. എൻ്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം. ആയിരമാണ്ടുകൾ പിറകില് പോകാം. മനുഷ്യനെ തിന്നും പറവയെ കാണാം. ആയിരമാണ്ടുകൾ പിറകില് പോകാം. മനുഷ്യനെ തിന്നും പറവയെ കാണാം. കണ്ണിൽ കാണാത്ത കാഴ്ചകൾ ഏറെ കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ
സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, പാടി രസിക്കാം, അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ. ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ. രസിക്കാം, ഓർത്ത് രസിക്കാം, രസിക്കാം, ഓർത്ത് രസിക്കാം, രസിക്കാം, പാടി രസിക്കാം, രസിക്കാം, ഓർത്ത് രസിക്കാം. ഈ കൊമ്പ് എനിക്ക് പേടിയാ. ഇന്ന നമുക്ക് ഈ കൊമ്പ് വേണ്ട ചലോ. എന്നാ ഞാൻ പോയി വരട്ടെ. Ding 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 la, ding 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 la, ding 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 la, ding 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 la la, ding 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 ding. വരൂ, ഇങ്ങോട്ടിരുന്നോളൂ. തിരുമേനി, ഒത്തിരി സങ്കടമായിട്ടാ എന്റെ വരവ്. എന്തേ ആ ചെക്കന്റെ ഉപദ്രവം വീണ്ടും ഉണ്ടായില്ലേ? ആ, ഹലോ, ആരാണ്? ഇപ്പൊ നല്ല വരുമാനാണല്ലോ എനിക്ക്. ഇപ്പൊ എനിക്ക് ഒച്ചൊന്നും കേട്ടാലൊന്നും ഇപ്പൊ എനിക്ക് മനസ്സിലാകാതെ ഇരിക്കണില്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. പിന്നെ ഒരു നായിന്റെ മോപ്പന്റെ മുമ്പിലിരിക്കല്ലേ? അതെ അതെ. ആ, മുടിക്കെട്ടിന്റെ പ്രശ്നല്ലേ? അതെ അതെ. ആ, ജോന്റെ അടുത്തുനിന്ന് 2000 റുപ്യാണ് വാങ്ങിക്കാ. അത്രയും വേണോ? ആ, അതൊക്കെ വേണ്ടി വരും ഇപ്പോ. 1000 വാങ്ങിയാ പോരെ? പിന്നെ ഇങ്ങോട്ടൊക്കെ ഇത് വാങ്ങിയിട്ടില്ലല്ലോ, എനിക്ക് എൻ്റെ കാര്യം അറിയേണ്ട ആവശ്യമല്ല. ആമിനാക്ക് കിട്ടാനില്ല, അവിടെ കിട്ടണം. ഇത് വിവരം അറിയും, മനസ്സിലായിക്കോ? ഓ ഓ പൂവല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, ഭയപ്പെടാനില്ല, പരിഹാരമുണ്ട്. പരിഹാരം ചെയ്യാം. ഒരു 2001 രൂപ ഇങ്ങോട്ട് വെച്ചോളൂ. അവന്റെ ഒരു കുഴപ്പമില്ലാണ്ട നാം നോക്കിക്കോളാം. എന്തേ വിശാലടി? അങ്ങനെ തന്നെ. അടുത്താൾ വന്നോളൂ, ഇങ്ങോട്ടിരുന്നോളൂ. എന്താ പ്രശ്നം? സമാധാനമില്ല, വീട്ടിലെ സ്വൈര്യമില്ല, ചക്കരെ കൊണ്ട് ഭയങ്കര വിഷമാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു 2100 റുപ്യ അവിടെ വെക്കുക. വേണം, ഇവിടെ വെച്ചോളൂ. 1000 പോരെ? അത് പോരാ, അത്രയും വേണം. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മാറ്റി തന്നാൽ സമാധാനം ഉണ്ടായിരുന്നു. സ്വൈര്യമായിട്ട് എനിക്ക് വീട്ടിൽ കിടക്കാൻ നിർത്തിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോളൂ, എല്ലാം ഞാനേറ്റു. എന്താ പൊക്കോളൂ.
പ്രജ ഹോമം ഹോമം വെന്ത വെന്ത ഖാദയ ഖാദയ ഹും ഹൽ സ്വാഹ. കൊറേ കാലായി ആ ചെക്കന്റെ ശല്യം ഞാൻ സഹിക്കണ്. എത്ര ലക്ഷം ഉറുപ്പ്യാണെങ്കിലും ഞാൻ ഇവിടെ വെക്കാം. അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാ മതി. ഭയപ്പെടേണ്ട, പ്രതിവിധിയുണ്ട്. ഒരു ദുർമന്ത്രവാദി അവനെ തേടി ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. അയാൾ ഇവിടെ എത്തിയാലുടൻ അവന്റെ ശല്യം ഒഴിവായി കിട്ടും. അടുത്ത അമാവാസി നാളിൽ അവൻ തളക്കപ്പെടും. അതോടുകൂടി അവന്റെ ശല്യമെല്ലാം തീരും. അപ്പൊ എന്നാണ് ആ ദിവസം? ഇത് അടുത്ത വെള്ളിയാഴ്ച. അടുത്ത ശനിയാഴ്ച ഉച്ചയോടുകൂടി അവൻ തളക്കപ്പെടും. വെള്ളിയാഴ്ച രാത്രിയോടെ അവന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകും. ഈ തക്കം നോക്കി സുക്കൂറിനെയും അവന്റെ വീട്ടുകാരെയും ഇവിടുന്ന് തല്ലി ഓടിക്കാം. എന്താ പോരെ? മതി മതി, ഇത്രയും കിട്ടിയാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇന്ന് അമാവാസി ദിവസമാണോ?
എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം. എന്നെ തേടി ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് നടന്നെടുക്കുന്നു. അയാൾ ഇവിടെ എത്തിയാൽ എൻ്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. അയാൾ ഇവിടെ എത്തിയാൽ പിന്നൊരു സഹായവും എനിക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. അയാൾ എന്നെ പിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. ആരാണ് അയാള്? എന്തിനാ നിന്നെ കൊണ്ടുപോണേ? നീ പോകണ്ട, ഞാൻ വിടൂല. നിനക്കറിയാഞ്ഞിട്ടോ സുക്കൂറെ, അയാൾ ഒരു ദുർമന്ത്രവാദിയാണ്. എന്നെ പോലുള്ള ഒരുപാട് ഭൂതങ്ങളാണ് അയാളുടെ ശക്തി. എന്തിനാണ് അയാൾക്ക് നിങ്ങളെ? നിന്നെ പോലെയുള്ള മനുഷ്യർക്ക് അയാൾ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ധാരാളം പേർ അയാളെ സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അയാൾ ഞങ്ങളിലൂടെയാണ്. ഞങ്ങളിൽ ആർക്കും ഒരാളെ ഉപദ്രവിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ അയാൾ നിർബന്ധപൂർവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പറ്റില്ല എന്ന് പറഞ്ഞൂടെ? പറ്റില്ലെന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ആഭരണങ്ങൾ അയാൾ ഞങ്ങളെ അണിയിക്കും. അത് ഞങ്ങളുടെ ശരീരത്തിൽ ചുട്ടു പഴുതു കിടക്കും. ഞങ്ങളിൽ ആർക്കും അയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്കും ശക്തിയുള്ള മന്ത്രങ്ങളാണ് അയാൾ ഞങ്ങളിൽ പ്രയോഗിക്കുന്നത്. കാറ്റിനെ പിടിച്ചു നിർത്താനും മേഘങ്ങളെ തടഞ്ഞു നിർത്താനും വരെയുള്ള മന്ത്രങ്ങൾ അയാൾക്ക് വശമുണ്ട്. അത്രയ്ക്കും ശക്തനാണ് അയാൾ. അപ്പൊ ഇനി ഒരിക്കലും നമ്മൾ കാണൂല? കാണും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാളെ വിഡ്ഢിയാക്കി പലപ്പോഴും ഞാൻ അയാളെ കയ്യിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം അയാൾ എന്നെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന ആ മൺകലം തന്നെയാണ്. അത് പൊട്ടുമ്പോൾ പല പ്രാവശ്യം ഞാൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ സുക്കൂറിൻ്റെ അടുത്തെത്തും. ഞാൻ വിചാരിച്ച അന്വേഷിക്കാൻ പറ്റുമോ? നീ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നിന്നെ എന്നേക്കുമായി അയാൾ ഇല്ലാതെയാക്കും. അത്രയ്ക്കും ദുഷ്ടനാണ് അയാൾ. അയാളെ എനിക്കത് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാ നോക്ക്. ഇത്രക്ക് ഭയങ്കരനാ? അവര് രണ്ടുപേരുണ്ടല്ലേ? സുക്കൂർ, ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അവർ നിന്നെ ആക്രമിക്കാനുള്ള വരവാണ്. എന്റെ ശക്തി ക്ഷയിച്ച കാര്യം എങ്ങനെയോ അവർ അറിഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് വേഗം രക്ഷപ്പെടാം. പോയി, എല്ലാം പോയി. എന്റെ ശക്തി എല്ലാം ക്ഷയിച്ചു പോയി. എനിക്കിനി നിന്നെ സഹായിക്കാൻ കഴിയില്ല. അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെട്ടോ. അതാ നിക്കണ തല്ലി കൊല്ലണ. ഓടിക്കു സുക്കൂറെ, വേഗം ഓടി രക്ഷപ്പെടും. ഓടാ. നമ്മള് സുക്കുറക്കാനെ നമുക്ക് ഭൂതത്തിന് വിളിച്ചാലോ? വേണ്ട, ഭൂതത്തിന്റെ ശക്തിയൊക്കെ പോയിന്നല്ലേ സുക്കുറക്ക പറഞ്ഞത്.
സുക്കൂർ, ഞാൻ അപ്രത്യക്ഷനാകാൻ പോകുകയാണ്. അയാളുടെ മന്ത്രോച്ചാരണങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകണം. മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം. ഞാൻ വരും, നിന്നോട് വാക്ക് പറഞ്ഞതുപോലെ ഒരിക്കൽ. ഞാൻ വരട്ടെ കൂട്ടുകാരെ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ಓಂ ಹ್ರೀಂ ಸ್ಫುರ ಸ್ಫುರ ಪ್ರಸ್ಫುರ ಪ್ರಸ್ಫುರ ಘೋರ ಘೋರ ಧನುರೂಪ ಚಡ ಚಡ ಪ್ರಜನ ಪ್ರಜನ ತಹ ತಹ ವಮಂ ವಮಂ ವಂತ ವಂತ ಖಾದಯ ಖಾದಯ ಹುಂ ಹಲ್ ಸ್ವಾಹ. അങ്ങനെ നീ വന്നുവല്ലേ? നീ എന്തു വിചാരിച്ചു? എന്നും എന്റെ കണ്ണിൽപ്പെടാതെ ആ കുട്ടികളോടൊപ്പം സുഖിച്ചു കഴിയാമെന്നോ? നീ വെറും ഒരു ഭൂതമാണെന്ന് മറന്നു. നീ അടക്കം 6 ഭൂതങ്ങളെ അടക്കി വാഴുന്നവനാണ് ഈ മർക്കടരാവണൻ. അത് നീ മറന്നുവല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കലത്തിലേക്ക് കയറൂ. കയറാൻ. വരൂ ശിഷ്യ, നമുക്ക് നമ്മുടെ മാന്ത്രിക ഗുഹയിലേക്ക് മടങ്ങാം. അല്ലാ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? മനുഷ്യനെ ആരാ ഇവനെങ്ങനെ തല്ലിച്ചതച്ചത്? അല്ലാ, എല്ലോലും തീ വെച്ചു, ഒന്നും ബാക്കിയില്ല. ഞങ്ങളെ തന്നെ കിട്ടിയത് ഭാഗ്യം. എന്റെ ഭൂതം ഭൂതത്തിനെ ആ മന്ത്രവാദി പിടിച്ചോണ്ടുപോയി. ഇനി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. സാരല്ല മോനെ, നമ്മക്ക് ഈ ദുനിയാവിലൊന്നും വേണ്ട. മോൻ കരയണ്ട, നമുക്ക് എങ്ങോട്ടേലും ഓനെ പിടിച്ചോടെ നമുക്ക് പോവാം. പോട്ടെ, വിധിണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടോ. ഉറപ്പായിട്ടും തുക്കുറുക്ക പോയാലിനി തിരിച്ചു വരുമോ?
ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്നെങ്കിലും ഭൂതം വരാതിരിക്കില്ല. അന്ന് ഞാനും തിരിച്ചു വരും. പോട്ടെ. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ സുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ, രസിക്കാം പാടി രസിക്കാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ നമ്മുടെ ഭൂതം വന്നേ, ഈ ശുക്കൂറിനെ കാണാനായി ഭൂതം വന്നേ, എന്റെ കൂട്ടുകാരെ കാണാനായി ഭൂതം വന്നേ, രസിക്കാം ഓർത്തു രസിക്കാം. മാനത്തു പറക്കും മേഘത്തെ തഴുകാൻ, പുതുമഴയെത്തും നാടു കാണാൻ. മാനത്ത് പറക്കും മേഘത്തെ തഴുകാൻ, പുതുമഴയെത്തും നാടു കാണാം, പിന്നെ നാടായ നാട് ചുറ്റി കാഴ്ച കാണാം. അങ്ങനെ പേരില്ലാത്ത നാട്ടിൽ